നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തൊരു മീനുകളായിരിക്കല്ലേ ആ കായലില്? വലിയ മീനുകളൊന്നും കാണാൻ സാധ്യതയില്ല. അതെല്ലാം മോളുടെ അമ്മയെ പേടിച്ച് അറബിക്കടലിലെ ഒളിയിടങ്ങളിൽ അഭയം പ്രാപിച്ചു കാണും. എന്തു പറ്റി പെങ്ങളെ? അവര് വരത്തില്ലേ ഏട്ടാ? ആ, വിളിച്ചിട്ട് മരുമൻ ഫോൺ എടുക്കുന്നില്ല. ഉണ്ടാക്കിയ സദ്യയൊക്കെ കുഴികുത്തി മൂടേണ്ടി വരുമോ പെങ്ങളെ? ശങ്കരേട്ടൻ കരുനാക്ക് വളച്ചൊന്നും പറയാതെ അവരിങ്ങ് വരും. ഇതെല്ലാം പെങ്ങളിനല്ലേ പറയുന്നത്? ആ, കാത്തിരിക്കാം. കാത്തിരിപ്പാണല്ലോ നമ്മുടെ ജീവിതപ്രദം. കണ്ണിന് മുന്നിലുള്ളവർക്കും കാണാമറയത്തുള്ളവർക്കും വേണ്ടി. ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ ശങ്കരേട്ടാ? നമ്മുടെ മക്കളല്ലേ അവര്? ഇന്നത്തെ ദിവസം മരുമകൻ വരണം. മരുമകൾ വരുമെന്ന് എനിക്കല്ലോ വിശ്വാസമൊന്നുമില്ല. വന്നിരുന്നെങ്കിൽ എനിക്കെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമായി മാറിയനെ. എന്റെ പൊന്നുമണി വന്നതിന് തുല്യമായനെ. ഞാനും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയാ. എത്ര കൊല്ലം കൂടിയാവും എന്റെ അക്ഷരമോള് ഇവിടെ ഈ മുറ്റത്തൊന്ന് കാലുകുത്തുക. എല്ലാം കലങ്ങി തെളിയാനുള്ള കാലമായി ശങ്കരേട്ട. ആ, ആവട്ടെ. ഏത് കണ്ണീർ കടവിനും അക്കരെ ഒരു കരയുണ്ടെന്നല്ലേ? ഇത്തിരി ഗൗരവം കുറച്ച് നടക്കാം. വിശാൽ, കോളെടുക്ക്. എന്താണ് അവന് പറയാനുള്ളതെന്ന് അറിയാലോ. ഹായ് ബേബി. ഭാര്യയും ഭർത്താവും കൂടി സാമ്പ്രാണിക്കുടിയില്ല അല്ലേ? അതിന് നിനക്കെന്ത് വേണം? അയ്യോ, അത്രയ്ക്കങ്ങ് ഇൻഡിഫറന്റ് ആയിട്ട് സംസാരിക്കല്ലേ. ഒരു സ്പീഡ് ബോട്ടിൽ 4 പേരെ വിടാൻ ഓർത്തതാ ഞാൻ. 3-ാം പക്കം നിന്നെയും നിന്റെ ഡോക്ടർ സാറിനെയും കായലിൽ നിന്ന് മുങ്ങിയെടുത്തേനെ. പക്ഷേ എന്റെ മോൾ ശ്രുതിമോൾ, അവളുള്ളതുകൊണ്ട് കാലൻ അല്ല, ഞാൻ നിന്നോട് കരുണ കാണിച്ചു. ഒരുപാട് പറയുന്നില്ല. നീ തിരിച്ചു വന്നിട്ട് എനിക്കൊന്ന് കാണണം. പുതിയ ചില ഡോക്യുമെന്റുകളിൽ ഒപ്പിടണം. ബാക്കി നേരിൽ പറയാം. ഏയ്, ഒന്നുമില്ല. എത്തിയല്ലോ. എന്താ രമേശ് ഇന്ന് ഇത്ര വൈകിയത്? ഇതൊക്കെ ഉണ്ട്. വലയെ കുടുങ്ങിയതേ ഇത്തിരി താമസിച്ചു. മീനാണെങ്കിലും അതിനും ഇല്ലേ സമയമൊക്കെ. മീൻകാലൻ വിളിച്ചാലല്ലേ അതിനും അങ്ങോട്ട് പോകാൻ പറ്റൂ. മീൻകാലനോ? ആന്നേ, മനുഷ്യരെ പോലെ മീനിനും കാണത്തില്ലേ ഒരു കാലൻ. നീ ഇപ്പൊ മീൻ തന്നിട്ട് പോ രമേശ്. മരുമോനും മരുമോളും കൊച്ചുമൊക്കെ വരുന്നുണ്ട്, ഞാൻ കണ്ടു. നീ കണ്ടടാ? കാണാതെ പിന്നെ.
അവരിപ്പോ എത്തും. കാറ്റുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് അവർ നടന്നു വരുമല്ലേ. അവർക്ക് ഇതൊക്കെ ഒരു പുതുമയല്ലേ ഏട്ടാ. ശരി. ആ പെങ്ങളെ 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 എന്താ ശങ്കരേട്ടാ? മീൻ അല്ല പെടക്കണ മീൻ കിട്ടി. അതിനാണ് ഇങ്ങനെ കിടന്ന് വിളിച്ച് ബഹളം ഉണ്ടാക്കുന്നേ? അല്ല പെങ്ങളെ, ഇതിനെ നന്നായി വരഞ്ഞെടുത്ത് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുത്താലേ സദ്യയുടെ കൂടെ കൊടുക്കാം അവർക്ക്. ആർക്ക്? ഹ, വേറെ ആർക്ക്? പെങ്ങളുടെ മകനും മരുമോൾക്കും, പിന്നെ നമ്മുടെ ശ്രുതി മോൾക്കും. മരുമോളോ? ആ മീൻകാരൻ രമേശൻ പറഞ്ഞതാ, അവൻ നേരിട്ട് കണ്ടു. അയ്യോ ശങ്കരേട്ടാ, ഞാൻ ആ നമസ്കാരം സാർ. അമ്മയുടെ പിറന്നാളാണല്ലേ ഇന്ന്? അതെ, സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എല്ലാരും? ശങ്കരൻ ചേട്ടനെ മീനൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. മരുമോൻ വരുമെന്ന് പറഞ്ഞിട്ട്. ആ ഈ കൊച്ചു സിനിമാടിയാണോ സാറേ? അയ്യോ അല്ല, എന്റെ ഭാര്യ. ആ ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ ഉടമസ്ഥ. സാറേ കണ്ടപ്പോ സിനിമ തന്നെ തോന്നി കാണും. ഇവ സിനിമയൊന്നും കാണൂലേ സാറേ? ആഹാ. ഓ ആ. ശരി സാറേ, ശരി. ശരി. ആ നീ വാ. കൾച്ചർലെസ് ഫെലോസ്. എന്റെ പൊന്നക്ഷരേ, കൾച്ചർലെസ് ഫെല്ലോ എന്നൊന്നും പറഞ്ഞാൽ അവർക്കറിയില്ല. പാവം നാട്ടുമ്പുറത്തുകാരാ. വിട്ടേക്ക്. അല്ലാതെ അവർക്ക് ഫെലോഷിപ്പ് ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട. വാ അമ്മേ. അച്ഛമ്മേ. മോളെ, ഹായ് അച്ഛമ്മേ. ഹാപ്പി ബർത്ത്ഡേ അച്ഛമ്മേ. ഓ അച്ഛമ്മയുടെ സുന്ദരി കിട്ടി. എന്റെ പൊന്നു മോളെ, നീ വന്നല്ലോ. ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതൊന്നുമല്ല. ഇദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഒരു വഴിക്ക് പോയതാ. അന്നേരം ഇവിടെ എന്തോ വിശേഷം ഉണ്ടെന്ന് കേട്ടു. ഒന്ന് കയറിയേക്കാന്ന് കരുതി. ദാറ്റ്സ് ഓൾ. എന്തായാലും മോള് വന്നല്ലോ. ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ സന്തോഷം എന്താ. വാ വാ. ഈ അമ്മ ചുമ്മാ കള്ളം പറയുന്നതാ. നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നതാ. നീ പൊടി. വാ, അകത്തേക്ക് വാ. അകത്തേക്ക് വാ മോളെ. വാ. നടക്ക്. എത്ര കാലം കൂടിയാ, എത്ര വർഷം കൂടിയാ എന്റെ മോളി വീട്ടിലേക്ക് ഒന്ന് വന്നത്. അമ്മ എന്താ തരേണ്ടത്? ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, വേറൊരു വഴിക്ക് പോയപ്പോ ആ കൂട്ടത്തിൽ ഈ അമ്മയും കൂടി ഒന്ന് കാണാൻ വന്നല്ലോ. അമ്മയുടെ നെഞ്ചിലെ സ്നേഹത്തിന്റെ അളവ് എന്റെ മോക്ക് മനസ്സിലായല്ലോ. ആ ദേമേ, എന്റെ ജന്മദിന സമ്മാനം.